ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മൊഡ്യൂൾ 6 ലാസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റഡാറാണ്. അപ്പോൾ റഡാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇതുവരെ ഈ മൊഡ്യൂളോടെ എല്ലാം മൈക്രോവേവിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം തീർന്നു. മൈക്രോവേവ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവൈസസിൻ്റെ വർക്കിംഗ്, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഓരോ മൊഡ്യൂളിലും പഠിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മൈക്രോവേവിൻ്റെ ആപ്ലിക്കേഷനായ റഡാറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മുഴുവൻ റഡാറാണ് പഠിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റഡാർസ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പല പല ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ അതിൻ്റെ നോയ്സ്, ഇൻ്റർഫറൻസ്, പിന്നെ റഡാറിൻ്റെ ഡിസ്പ്ലേ. അതായത് ബേസിക്കലി റഡാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ്, പിന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് റഡാർ ഉണ്ടെന്ന്, പിന്നെ അതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓരോ പർപ്പസിനും യൂസ് ചെയ്യുന്ന പല രീതിയിലുള്ള റഡാർ സിസ്റ്റംസ് ആയിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോരോ പ്രത്യേക പേരും അതിൻ്റെ എല്ലാം ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ രീതിയിലാണ്. ഇത് കംപ്ലീറ്റ്ലി തിയറിയാണ്. ലാസ്റ്റ് കുറച്ചൊരു പ്രോബ്ലം പോലെ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറേ ബ്ലോക്ക് ഡയഗ്രാംസ് ആയിരിക്കും. ആ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അത് നോക്കി എഴുതാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു മൊഡ്യൂൾ. അല്ലാതെ വേറെ ഡെറിവേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. റഡാർ എന്ന് പറഞ്ഞാൽ എന്താ? റഡാർ സ്റ്റാൻഡ്സ് ഫോർ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അത് നമുക്കറിയാം. റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അത് ബേസിക്കലി റഡാറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റഡാർ ദൂരെയുള്ള ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്ത് അത് എത്ര ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ റഡാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റഡാറിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് സിഗ്നൽസ് ആണ്. So it is an electromagnetic spectrum for the detection and location of reflecting objects such as aircraft, ship, spacecraft, vehicle. അതായത് ദൂരെയുള്ള എയർക്രാഫ്റ്റ്, ഇപ്പം നമ്മൾ എനിമി അറ്റാക്ക് ഒക്കെ സമയത്ത്, വാറിൻ്റെ ഒക്കെ സമയത്തും എല്ലാം ദൂരെയുള്ള ഷിപ്സ്, എയർക്രാഫ്റ്റ്, സ്പേസ് മെറൈൻ സിസ്റ്റം, അതായത് സബ്മെറൈൻ സിസ്റ്റമായുള്ള ഷിപ്സ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, അങ്ങനെയുള്ള ഒബ്ജക്ട്സിൻ്റെ പൊസിഷനും അതിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ ട്രാക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ റഡാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് റഡാർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അതായത് ആ പേര് തന്നെയുണ്ട്, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. റേഡിയോ വേവ്സ് യൂസ് ചെയ്ത് ദൂരെയുള്ള ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്യും. അതിൻ്റെ റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എത്ര ഡിസ്റ്റൻസിലാണെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് എത്രമാത്രം ദൂരെയാണ് ഒബ്ജക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് റഡാർ വെച്ച് പറയാം. അതാണ് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. സ്റ്റാൻഡ്സ് ഫോർ റേഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് സിഗ്നൽസ്, മൈക്രോവേവ് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് റേഡിയോ വേവ്സ്. അത് ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്യാനും അത് എത്രമാത്രം ഡിസ്റ്റൻസിലാണെന്ന് അറിയാനാണ് നമ്മൾ റഡാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ മൈക്രോവേവ് സിഗ്നൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നൽ എത്ര ഡിസ്റ്റൻസിൽ അത് സമയത്തിനുള്ളിലാണ് അത് വരുന്നത്, അതായത് ടൈം ടേക്കൺ ബൈ ദ വേവ് ടു കം ബാക്ക്, ആ ഒരു ടൈമിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് കാണുന്നത്. So it actually operates by radiating energy in the space and detecting the echo signal. Echo signal detect ചെയ്യാന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു സിഗ്നൽ വിടുന്നു, തിരിച്ചു വരുന്ന ആ എക്കോ സിഗ്നലിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ആ ഒബ്ജക്റ്റ് എത്രമാത്രം ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ വൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്മിറ്ററിൽ നമ്മൾ സിഗ്നൽ റേഡിയോ വേവ്സ് വിടുന്നു. അത് ആൻറ്റിന വഴി സ്പേസിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സ്പേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇതാണ്. അപ്പോൾ ടാർഗറ്റിൽ ആ വേവ് വന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നലിനെയാണ് നമ്മൾ എക്കോ സിഗ്നൽ എന്ന് പറയുന്നത്. അത് ആര് ക്യാപ്ചർ ചെയ്യും? ആൻറ്റിന ക്യാപ്ചർ ചെയ്തിട്ട് അത് റിസീവർ സെക്ഷനിലേക്ക് പോയി, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ടാർഗറ്റിനെ എത്ര പൊസിഷനിലാണ് ഇത് ഇരിക്കുന്നതെന്ന് ഡിറ്റക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഇൻഫോർമേഷൻ കാര്യങ്ങൾ നമ്മൾ റിട്രീവ് ചെയ്യും. അപ്പോൾ ബേസിക്കലി റഡാറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയോ വേവ് സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നു, അത് ടാർഗറ്റിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന എക്കോ സിഗ്നലിൽ നിന്ന്, അപ്പോൾ ട്രാൻസ്മിറ്റഡ് സിഗ്നലും എക്കോ സിഗ്നലും തമ്മിൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും തിരിച്ചറിയുന്നത്.
അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിറ്റർ കാണും. ആ ട്രാൻസ്മിറ്റർ ആയിരിക്കും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ആ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് ആൻറ്റിന വഴി അത് സ്പേസിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് പോർഷൻ, അതായത് സ്പേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ട്രാൻസ്മിറ്റഡ് എനർജി കുറച്ച് പോർഷൻ എവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യും? ടാർഗറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. എത്ര പോർഷനാണോ അത് സ്ട്രൈക്ക് ചെയ്യുന്നത് തിരിച്ച് റീറിഡേറ്റ് ചെയ്യും. റീറിഡേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് പല ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഈ തിരിച്ചടിക്കുന്ന ഈ സിഗ്നലിനെ ആര് ക്യാപ്ചർ ചെയ്യും? ആൻറ്റിന ക്യാപ്ചർ ചെയ്ത് റിസീവിങ് ആൻറ്റിന അത് കളക്ട് ചെയ്തിട്ട് എന്നിട്ട് റിസീവർ സെക്ഷനിലേക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ സിഗ്നലിനെ അനലൈസ് ചെയ്ത് ആ ടാർഗറ്റിൻ്റെ ലൊക്കേഷനും അതിൻ്റെ പ്രസൻസും അത് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യും. ചില കേസിൽ നമുക്ക് ഒരൊറ്റ ആൻറ്റിന തന്നെ ട്രാൻസ്മിറ്ററിനും റിസീവറിനും യൂസ് ചെയ്യാം. അങ്ങനെയുള്ള അതിന് നമ്മൾ പറയുന്നതാണ് ഡുപ്ലെക്സർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഡുപ്ലെക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ, അതായത് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ട്രാൻസ്മിറ്റർ ആസ് വെൽ ആസ് ദ റിസീവർ. അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഒറ്റ സിംഗിൾ ആൻറ്റിന നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റഡാർ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ റഡാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രാം എന്നാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വേവ് ഫോം ജനറേറ്റർ. വേവ് ഫോം ജനറേറ്റർ നമുക്കൊരു സിഗ്നൽ കൊടുക്കണമല്ലോ, എന്നാലല്ലേ അത് ആൻറ്റിന വഴി സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വേവ് ഫോം ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ പൾസ് മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഇൻസ്റ്റന്റിൽ വേണം ഇത് കൊടുത്തോണ്ടിരിക്കണം തീരുമാനിക്കുന്നതാണ് പൾസ് മോഡുലേറ്റർ. അതായത് ആ ടൈമിംഗ് കൊടുക്കുന്ന ട്രിഗറിങ് സിഗ്നൽ ആയിട്ടാണ് പൾസ് മോഡുലേറ്റർ ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ പഠിച്ച പവർ ആംപ്ലിഫയേഴ്സ് ഏത് വേണമെങ്കിലും ആവാം. അതായത് മാഗ്നട്രോൺ ആവാം, ക്ലൈസ്ട്രോൺ ആവാം, ഏത് വേണേ. അതായത് ഈ വരുന്ന സിഗ്നലിനെ കറസ്പോണ്ടിങ് നല്ല പവർ ആയിട്ടുള്ള ഒരു സിഗ്നൽ, ഹൈ പവർ ഉള്ള ഒരു സിഗ്നലിനെ നമുക്ക് ആൻറ്റിന വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള. അപ്പോൾ ഹൈ പവർ സിഗ്നൽ ആക്കണം. അപ്പോൾ ഹൈ പവർ സിഗ്നൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് വഴി കടത്തിവിടുന്നത്? ഒരു പവർ ആംപ്ലിഫയർ വഴി കടത്തിവിടുന്നത്. എന്നിട്ട് വരുന്നതാണ് ഡ്യൂപ്ലെക്സർ. ഡ്യൂപ്ലെക്സർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡ്യൂപ്ലെക്സർ ട്രാൻസ്മിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, റിസീവർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഡയറക്ഷനിൽ ആൻറ്റിനയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ട്രാൻസ്മിറ്ററിൻ്റെ ഫംഗ്ഷൻ മാത്രം വരും. തിരിച്ച് ആൻറ്റിന ക്യാപ്ചർ ചെയ്ത സിഗ്നലിനെ റീറേഡിയേറ്റ് ചെയ്ത സിഗ്നലിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? റിസീവർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് ഡ്യൂപ്ലെക്സർ വഴി ആൻറ്റിനയിൽ സെൻഡ് ചെയ്യുന്നു. ആൻറ്റിന ആ ടാർജറ്റിൽ പോയി തട്ടി തിരിച്ച് വരുന്ന റിഫ്ലക്റ്റഡ് എക്കോ സിഗ്നലിനെ ഡ്യൂപ്ലെക്സർ ക്യാപ്ചർ ചെയ്തിട്ട് അത് റിസീവർ സെക്ഷനിലേക്ക് കൊടുക്കുന്നു. ഇതാണ് റിസീവർ സെക്ഷൻ. അപ്പോൾ ജനറലി ഒരു റഡാറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിസീവർ സെക്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ആണ്. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ലോക്കൽ ഓസിലേറ്ററും കാണും, ഒരു മിക്സറും കാണും, പ്ലസ് നമ്മുടെ വരുന്ന സിഗ്നൽ. അപ്പോൾ ആ സിഗ്നലും നമ്മുടെ ലോക്കൽ ഓസിലേറ്ററിന്റെ സിഗ്നലും കൂടെ മിക്സ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് സൂപ്പർ ഹെറ്ററോഡൈനിൽ ചെയ്യുന്നത്. അതാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ജനറലി ഒരു റഡാറിൽ യൂസ് ചെയ്യുന്ന റിസീവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽ, അതായത് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് വരുന്ന സിഗ്നൽ ലോ നോയിസ് ആംപ്ലിഫയർ വഴി, അതായത് കാരണം ആ സിഗ്നൽ വീക്ക് ആണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ലോ നോയിസ് RF ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഇതാണ് നമ്മുടെ വരുന്ന എക്കോ സിഗ്നൽ. ആ സിഗ്നലാണ് ഒരു ഇൻപുട്ടായിട്ട് മിക്സറിലേക്ക് കൊടുക്കുന്നത്. പിന്നെ അടുത്തൊരു ഇൻപുട്ട് എന്ന് പറയുന്ന മിക്സറിന് എന്തായിരിക്കും? ലോക്കൽ ഓസിലേറ്ററിന്റെ സിഗ്നൽ ആയിരിക്കും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. നമുക്കറിയാം മിക്സറിൽ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് എന്താ? പ്ലസോ മൈനസ്. അപ്പോൾ ഈ രണ്ടിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ ആയിട്ട് വരുന്നത്. ആ സിഗ്നൽ ആയിരിക്കും മിക്സറിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ എപ്പോഴും മിക്സറിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്റർമീഡിയറ്റ് സിഗ്നൽ ആണ്. ആ ഇന്റർമീഡിയറ്റ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് IF ആംപ്ലിഫയർ യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു മാച്ച് ഫിൽട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സിഗ്നൽ, അതായത് വീക്ക് ആയിട്ടുള്ള എക്കോ സിഗ്നൽ ആണെങ്കിൽ പോലും അതിനെ മാക്സിമം ഡിറ്റക്ട് ചെയ്തിട്ട് നോയ്സ് കുറച്ച്, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള സിഗ്നലിനെ ക്യാപ്ചർ ചെയ്ത് ഡിറ്റക്ടർ ഡിമോഡുലേറ്റർ സെക്ഷനിൽ കൊടുക്കാനാണ് ഈ IF ആംപ്ലിഫയർ ചെയ്യുന്നത്. അതായത് ഈ IF ആംപ്ലിഫയറിൽ തന്നെ ഒരു മാച്ച് ഫിൽറ്ററും കൂടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്യാപ്ചർ ദ വീക്കസ്റ്റ് എക്കോ സിഗ്നൽ ആൻഡ് ടു സെൻഡ് ഇറ്റ് ടു ദ ഡിമോഡുലേറ്റർ. ഇതാണ് നമ്മുടെ ഡിമോഡുലേറ്റർ സെക്ടർ. ഡിമോഡുലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാരിയർ സിഗ്നൽ ഉണ്ടാവും. അപ്പോൾ ആ കാരിയറിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ഇൻഫോർമേഷനെ മാത്രം എടുക്കാനാണ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ കിട്ടിയ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഇവിടെ ഒരു കൊടുത്തതിനെ ത്രഷോൾഡ് ഡിസിഷൻ ആണ്. ഇതല്ലെങ്കിൽ ത്രഷോൾഡ് ഡിസിഷൻ എന്നാണ് ഇത് കാണിച്ചേക്കുന്നത്. ത്രഷോൾഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് ആൻറ്റിന വഴി ആ എക്കോ സിഗ്നൽ വരുമ്പം
ആ വരുന്ന എക്കോ സിഗ്നൽ ചിലപ്പോൾ അത് ടാർജറ്റിന്റെ ആവാം, അല്ലെങ്കിൽ ടാർജറ്റിന്റെ അല്ലാതെ ഇരിക്കാം, കാരണം നോയ്സസും ഒക്കെ വരാമല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ ടാർജറ്റിന്റെ ഇൻഫോർമേഷൻ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ത്രെഷോൾഡ് സെറ്റ് ചെയ്യും. ആ ത്രെഷോൾഡിൽ എബവ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അത് അസ്യൂം ചെയ്യും ദാറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ ഓഫ് ദ ടാർജറ്റ്. പക്ഷേ ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്ന വരുന്ന സിഗ്നൽ ത്രെഷോൾഡിനേക്കാൾ താഴെയാണെങ്കിൽ നമ്മൾ അത് നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതാണ് ഈ ത്രെഷോൾഡ് ഡിസിഷൻ. അതായത് ഒരു ത്രെഷോൾഡ് ഫിക്സ് ചെയ്യും, അതിന് എബവ് ആണെങ്കിൽ അത് ടാർജറ്റിന്റെ ഇൻഫോർമേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യും, അതിന് ബിലോ ആണെങ്കിൽ അത് ടാർജറ്റിന്റെ ഇൻഫോർമേഷൻ അല്ല, ദാറ്റ് ഈസ് എ നോയ്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ടിപ്പിക്കൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ റഡാർ. അപ്പോൾ ഒരു റഡാറിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ജനറലി ഒരു ട്രാൻസ്മിഷൻ സെക്ഷൻ കാണും, ഒരു റിസീവർ സെക്ഷനും കാണും, പിന്നെ ഒരു ഡ്യൂപ്ലെക്സർ വിത്ത് ആന്റിന കാണും. പ്രിൻസിപ്പിൾ നമുക്കറിയാം, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലും എക്കോ സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് സിഗ്നൽ അനലൈസ് ചെയ്യുന്നത്. ജനറലി റഡാറിൽ യൂസ് ചെയ്യുന്ന റിസീവർ എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ആണ്. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മിക്സർ കാണും. ആ മിക്സറിന് 2 ഇൻപുട്ട് ആയിരിക്കും. ഒന്ന് നമ്മൾ വരുന്ന എക്കോ സിഗ്നലും പിന്നെന്ന് പറയുന്നത് ലോക്കൽ ഓസിലേറ്ററിൽ വരുന്ന സിഗ്നലും ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ടാണ് മിക്സർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ ആംപ്ലിഫൈ ചെയ്ത് കറസ്പോണ്ടിംഗ്ലി ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു ത്രെഷോൾഡ് സെറ്റ് ചെയ്യും. ആ ത്രെഷോൾഡിന് എബവ് ആണെങ്കിൽ അത് ടാർജറ്റ് ആണെന്നും അതിന് ബിലോ ആണെങ്കിൽ നോയ്സ് ആണെന്നും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് റഡാറിൽ പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതല്ല. ഓക്കെ, ഞാൻ ഈ നോട്ട് തരുന്നതായിരിക്കും. ഇനി അടുത്തൊരു ടോപ്പിക്, ഇതും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്ന റഡാർ ഇക്വേഷൻ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ റഡാർ ഇക്വേഷൻ. റഡാർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി കണ്ടുപിടിക്കുന്ന റേഞ്ച് ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിറൈവ് ദ റഡാർ ഇക്വേഷൻ ഓർ ഡിറൈവ് ദ റേഞ്ച് ഇക്വേഷൻ ഓഫ് റഡാർ. റേഞ്ച് ഇക്വേഷൻ ഓഫ് റഡാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടാർജറ്റ് എത്ര ഡിസ്റ്റൻസിലാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല, അതാണ് റേഞ്ച്. അതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. അപ്പൊ ആ ഒരു ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ റഡാർ ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ആ പ്രോബ്ലം ഞാൻ പിന്നീട് തരാം. അപ്പൊ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ആ ഇക്വേഷൻ കൊടുത്തത്. അപ്പൊ നമുക്ക് പക്ഷേ ഈ ഡെറിവേഷൻ പഠിക്കണം. അപ്പൊ അതാണ് ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പൊ റഡാർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് റിലേറ്റ്സ് ദ റേഞ്ച് ഓഫ് റഡാർ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്മിറ്റർ. അതാണ് ഞാൻ പറഞ്ഞത്. റഡാർ ഇക്വേഷനിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഡാറിന്റെ റേഞ്ച് ആണ്. റഡാറിന്റെ റേഞ്ച് എന്തുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റിസീവറിന്റെ ക്യാരക്ടറിസ്റ്റിക്, ടാർജറ്റ് ആൻഡ് എൻവയൺമെന്റ്. അപ്പൊ അത് ഓർത്തിരിക്കണം. വാട്ട് ഇസ് എ റഡാർ ഇക്വേഷൻ എന്താണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റിലേറ്റ്സ് ദ റേഞ്ച് ഓഫ് റഡാർ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്മിറ്റർ, റിസീവർ, ടാർജറ്റ് ആൻഡ് എൻവയൺമെന്റ്. അപ്പം ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര ഡിസ്റ്റൻസിലാണ് ടാർജറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. അതായത് റേഞ്ച് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ റഡാർ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിന ഐസോട്രോപിക് ആണ്. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആന്റിന ഐസോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആന്റിനയിൽ നിന്ന് സിഗ്നൽ റേഡിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് സ്പേസിലേക്ക് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഈക്വലി ആയിരിക്കും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാ ഡയറക്ഷനിലും അത് സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരേ രീതിയിലായിരിക്കും. അതാണ് ഐസോട്രോപിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ പവർ ഡെൻസിറ്റി, നിങ്ങൾ ആന്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷനിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. So if the transmitting antenna is used as isotropic in nature, the power density is given by, power density എങ്ങനെ കാണുന്നതെന്നാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ power density from an isotropic antenna is given by, ഇതാണ് ഇക്വേഷൻ, PIS is equal to PT by 4 pi r square. ഇതെന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റഡ്, വേർ PT എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ, അതായത് നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ആണ് PT. 4 pi r square എന്ന് പറയുന്ന അതിന്റെ ഏരിയ, അതാണ് പവർ സ്പെക്ട്രം. ഒരു പവർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ പവർ പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഐസോട്രോപിക് സോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ഫിയറിക്കൽ ആയിട്ടാണ്. അപ്പൊ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 4 pi r square ആണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് പവർ എത്രമാത്രമാണ്. അപ്പൊ ഒരു ആന്റിനയിൽ നിന്ന് വരുന്ന, ഐസോട്രോപിക് ആന്റിനയിൽ നിന്ന് വരുന്ന പവർ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് PT by 4 pi r square. അപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഇതിനകത്ത് ആന്റിനയുടെ ഗെയിൻ കൺസിഡർ ചെയ്തിട്ടില്ല, കാരണം ആന്റിനയ്ക്ക് ഇൻബിൽറ്റ് ആയിട്ട് ഒരു ഗെയിൻ ഉണ്ട്. അതനുസരിച്ചാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നല്ല ഗെയിനുള്ള ആന്റിന ആണെങ്കിൽ കുറെ ദൂരെ അതിന് ട്രാവൽ ചെയ്യാൻ പറ്റും, ആ സിഗ്നലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊരു ഫാക്ടർ ഉണ്ട്, അതാണ് ഗെയിൻ. അപ്പൊ നമ്മൾ ഡയറക്റ്റീവ് ആന്റിനയുടെ ഗെയിൻ ആയിട്ട് എടുക്കുന്നത് G ആണെങ്കിൽ ദെൻ ദ പവർ ഡെൻസിറ്റി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, G കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് PT by 4 pi r square ആണ്. അപ്പൊ ഇതിന്റെ കൂടെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഗെയിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഗെയിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരും ഫുൾ പവർ ഡെൻസിറ്റി വിത്ത് ദ ഗെയിൻ ഓഫ് ആന്റിന വിത്ത് ഗെയിൻ എന്ന് പറയുമ്പോൾ
PT into G by 4 pi r square എന്ന് വരും. അത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഐസോട്രോപിക് ആന്റിനയുടെ പവർ ഡെൻസിറ്റി കണ്ടുപിടിച്ചു. ആന്റിന ഗെയിൻ വെച്ച് ഇതാണ് പവർ ഡെൻസിറ്റി. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ടാർഗറ്റിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചടിക്കും. സോ ദ റേഡിയേറ്റഡ് ബാക്ക്, അപ്പോൾ തിരിച്ചു വരുന്ന സിഗ്നലിൽ ഒരു പവർ ഡെൻസിറ്റി കാണുമല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. ദ റേഡിയേറ്റഡ് ബാക്ക് പവർ ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ, പവർ ഡെൻസിറ്റിയാണ്. അപ്പോൾ അത് എന്താണ്, ഒരു യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന സിഗ്മ എന്ന് പറയുന്നത് ഒരു ടാർഗറ്റിന്റെ കുറച്ചൊരു പോർഷനിലായിരിക്കില്ല അത് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ആ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ആ ടാർഗറ്റിന്റെ ഒരു ഏരിയ, ആ ക്രോസ് സെക്ഷനെയാണ് നമ്മൾ സിഗ്മ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും സിഗ്നലാണ് പോകുന്നത്, അതാണ് ഇൻപുട്ട് ആയിട്ട് പോകുന്ന പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് PT into G by 4 pi r square. പിന്നെ അത് വന്ന് ആ ടാർഗറ്റിൽ വന്ന് വീഴും. അപ്പോൾ ആ ടാർഗറ്റിന്റെ ക്രോസ് സെക്ഷൻ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോഴായിരിക്കും എന്താ അതിന്റെ തിരിച്ചു വരുന്ന സിഗ്നലിന്റെ പവർ ഡെൻസിറ്റി. മനസ്സിലായോ? ഇവിടുന്ന് പോകുന്ന പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് PT into G by 4 pi r square. അത് വന്ന് ടാർഗറ്റിൽ വന്ന് ടച്ച് ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ് സിഗ്മ. അപ്പൊ അവിടുത്തെ പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ആന്റിനയുടെ സർഫസ് ഏരിയയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. അതാണ് സിഗ്മ ബൈ 4 pi r square. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? പവർ ഡെൻസിറ്റി റേഡിയേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? PT G into 4 pi r square into സിഗ്മ ബൈ 4 pi r square എന്ന് വന്നു. ഇനി നമുക്ക് പവർ ആണ്, നമ്മൾക്ക് കാണേണ്ട എന്താണ്? റേഞ്ച് കാണണം. അപ്പൊ ഇതെല്ലാം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി വെച്ചാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് പവർ പെർ ഏരിയ ആണ്. അപ്പൊ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ അല്ലേ? അതായത് പവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. അതാണ് ഇവിടെ എഴുതിയേക്കണേ. തിരിച്ചു വരുന്ന എത്ര പവർ ഉണ്ട്, റിസീവ്ഡ് സിഗ്നൽ പവർ എന്ന് പറയുന്നതാണ് PR. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയേറ്റഡ്, തിരിച്ചു വരുന്ന പവർ ഡെൻസിറ്റി ഇൻറ്റു എഫക്റ്റീവ് ഏരിയ. അപ്പൊ ഇതിന്റെ കൂടെ എന്തുകൂടെ വരും? അതാണ് ഈ എഫക്റ്റീവ് ഏരിയനെയാണ് നമ്മൾ AE വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഇസ് പവർ റേഡിയേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ടേം, ഇതാണ് പവർ റേഡിയേറ്റഡ് ഡെൻസിറ്റി. അതിന്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? എഫക്റ്റീവ് ഏരിയ. എഫക്റ്റീവ് ഏരിയനെയാണ് നമ്മൾ AE വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? PR is equal to PT into G into sigma into AE divided by 4 pi r square. ഇത് r സ്ക്വയറിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു R⁴ എന്ന് വരും. അപ്പൊ ഇത്രയും കിട്ടി. അപ്പൊ ഇതിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ദിസ് ഇസ് എ റിസീവ്ഡ് സിഗ്നൽ പവർ. ഇനി നമുക്ക് കാണുന്നത് എന്താണ്? മാക്സിമം റേഞ്ച് ആണ്. അപ്പൊ മാക്സിമം റേഞ്ച് ഓഫ് റഡാർ Rmax is the distance beyond which the target cannot be detected. അതായത് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് മാക്സിമം റേഞ്ച് ആണ്. മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ് മാക്സിമം ലിമിറ്റ്. അതിനപ്പുറത്ത് നമുക്ക് ആ സിഗ്നലിനെ, ആ ടാർഗറ്റിനെ കാണാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് എത്ര വരെ നമുക്ക് ആ ടാർഗറ്റിനെ കാണാൻ പറ്റും, അതാണ് അതിന്റെ Rmax എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സിഗ്നലിന്റെ പവർ എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ മാക്സിമം ഡിസ്റ്റൻസിലെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. എത്രത്തോളം ടാർഗറ്റ് അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് കിട്ടുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് Rmax ആണ്. Rmax എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാക്സിമം ഡിസ്റ്റൻസ്. മാക്സിമം ഡിസ്റ്റൻസിൽ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ മാക്സിമം ഡിസ്റ്റൻസ് ഇസ് obtained only when the received signal power എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. അതാണ് it occurs when the received signal power PR equal to minimum detected signal. അപ്പം നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽ ഏറ്റവും മിനിമം ആകുമ്പോഴാണ് ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷനാണ് S മിനിമം. അതായത് ഇത് നമ്മൾ PR എന്ന് കൊടുത്തത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാണ് ഏറ്റവും മിനിമം S മിനിമം. ഇപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ PR-ന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? PR S മിനിമം ആകുമ്പോൾ 6. ഈ 6 ആണല്ലോ നമുക്ക് കാണേണ്ടത്. ഈ 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? Rmax ആയിരിക്കും. മനസ്സിലായോ? നമുക്കിവിടെ കാണേണ്ടത് റേഞ്ചിന്റെ ഇക്വേഷൻ ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ R-ന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് കണ്ട മാക്സിമം റേഞ്ച് ആണ്. അപ്പൊ മാക്സിമം റേഞ്ച് കാണുമ്പോൾ ഈ റിസീവ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏറ്റവും മിനിമം ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് പവർ കുറയും. അപ്പൊ നമുക്ക് എന്തെടുക്കണം? ഈ Rmax 6 Rmax കൊടുക്കുമ്പോൾ PR എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. PR എന്ന് പറയുന്നത് എന്ത് കൊടുത്തു? ഈ ഇക്വേഷനകത്ത് PR-ന് പകരം S മിനിമം എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് എഴുതി? PT into G into sigma into AE by 4 pi r square into ഈ R-ന് പകരം എന്ത് കൊടുത്തു? Rmax⁴. പിന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും Rmax⁴ എന്ന് പറഞ്ഞാൽ ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. അപ്പൊ അതിൽ നിന്ന് Rmax, ഇവിടെ 4 ഇല്ല കേട്ടോ. Rmax എന്ന് പറയുമ്പോൾ എന്ത് വരും? PT into G into sigma into AE by 4 pi r square into S minimum the whole raised to 1/4. ഇതാണ് റഡാർ റേഞ്ചിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? റഡാർ റേഞ്ച് പല ഈ റേഞ്ച് ഇക്വേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇത് ഗെയിൻ ഓഫ് ആന്റിനയെ ഡിപ്പെൻഡ് ചെയ്യും,
ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിന്റെ പവറിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ റിസീവ് ചെയ്യുന്ന സിഗ്നൽ ഡിപ്പെൻഡ് ചെയ്യും, എഫക്റ്റീവ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും, ടാർജറ്റ് അതായത് ആ ക്രോസ് സെക്ഷനിലെ നമ്മുടെ ആ ടാർജറ്റിന്റെ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് റഡാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടേം വെച്ചാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. കാരണം ആർ മാക്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓഫ് എന്താണ് റഡാർ. പിന്നെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഒരു റിലേഷനും കൂടെ എടുക്കാം. അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ആർ മാക്സ് ഇസ് ഈക്വൽ ടു പി ടി ഇൻറ്റു ജി ഇൻറ്റു സിഗ്മ ഇൻറ്റു എ ബൈ 4πr² ഇൻറ്റു എസ് മിനിമം. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ആന്റിനയുടെ ഗെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4π ഇൻറ്റു എ ബൈ λ² ആണ്. കണ്ട അവിടെ ഒരു റിലേഷൻ വരുവാണ് വേവ് ലെങ്തുമായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അത് ആ ഇക്വേഷൻ, അതായത് ഇത് ഗെയിൻ ഓഫ് ആന്റിനയുടെ ഇക്വേഷൻ ആണ്. ഗെയിൻ ഓഫ് ആന്റിന എന്ന് പറഞ്ഞാൽ 4π ഇൻറ്റു എഫക്റ്റീവ് ഏരിയ ദാറ്റ് ഇസ് എ ബൈ λ². ഇതൊക്കെ നിങ്ങൾ ആന്റിന പ്രൊപ്പഗേഷനിൽ പഠിച്ചായിരിക്കും. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ഒരു അപ്പാർച്ചർ ഇൻറ്റു എ എന്ന് പറഞ്ഞ് എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ജിക്കുള്ള ആ മെയിൻ ഇക്വേഷൻ അത് ജിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ടേംസ് ക്യാൻസൽ ആയി പോയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. അപ്പൊ നേരത്തെ നമുക്ക് ആ ലാംഡ ഇല്ലായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താണ്? ലാംഡ. അതായത് ലാംഡ റൂട്ട് ഓഫ് ലാംഡ, കാരണം ഇത് 1/4 അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കിയാൽ അപ്പൊ ഇതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരും, ബാക്കിയുള്ളതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഉണ്ട്. അപ്പൊ ഈ ഒരു ടേം വെച്ചാണ് നമ്മൾ ആർ മാക്സ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ നമ്മൾ എഴുതുമ്പോൾ ആ ജിയുടെ ഒരു വാല്യൂയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ വന്നിട്ട് എഴുതണം. എന്നിട്ട് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ടേം വെച്ച് പറയാം. അത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്, എന്താണ് റഡാർ എന്ന് പഠിച്ചു, അതിന്റെ ഒരു ടിപ്പിക്കൽ ബ്ലോക്ക് ഡയഗ്രം പഠിച്ചു, പിന്നെ റഡാർ റേഞ്ച് ഇക്വേഷനും പഠിച്ചു. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.